നമസ്കാരം. പണ്ടെടുത്ത 360 സ്വാഗതം. പ്രൊഫസറാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വാർഡ് വിസാർഡ് മൊബിലിറ്റി ഇന്നോവേഷൻസ് ആണ്. ഈ ഒരു കമ്പനിയെ കുറിച്ച് നമ്മൾ ഏകദേശം കഴിഞ്ഞ ആഴ്ച പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അത്ര നല്ല കാര്യമൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും. പക്ഷേ ഇതൊരു ട്രെൻഡിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് കുറേ പേര് ഈ വാർഡ് വിസാർഡിനെ കുറിച്ച് ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസും അതേപോലെ തന്നെ ഇതിൻ്റെ ഭാവി കയ്യിൽ ഹോൾഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ദിവസം ഇത് അപ്പർ സർക്യൂട്ടിലാണെങ്കിൽ മറ്റേ ദിവസം ലോവർ സർക്യൂട്ടിലാണ്. 3% കയറുന്നെങ്കിൽ 5% ഇറങ്ങുന്നു, പിറ്റേ ദിവസം 5% കയറുന്നു, പിന്നെ ഒരു 4% ഇറങ്ങുന്നു എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ പലപ്പോഴും പിടിതരാതെ ഒരു വില മുകളിലേക്ക് താഴേക്കൊക്കെ പോകുന്നത് കൊണ്ട് നിക്ഷേപകർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു അവ്യക്തത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു ഫണ്ടമെൻ്റൽസും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് ഡൈനാമിക്സും ഭാവിയിലേക്ക് എന്ത് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഒരു ചർച്ച ആ രീതിയിൽ ഇന്ന് നടത്താമെന്ന് കരുതിയത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന് ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് ആണ്. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ഒരു വില നിലവാരം എന്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഓടിയൊക്കെ പോകുന്നു എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് റെഡ് ഫ്ലാഗ്സ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചത് അതെന്തൊക്കെയാണ്. അവസാനത്തെ കാര്യം, നിക്ഷേപകൻ എന്ന രീതിയിൽ ഈ ഒരു സ്റ്റോക്കിൽ നിന്നും എങ്ങനെ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാം അല്ലെങ്കിൽ നഷ്ടമില്ലാതെ എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഭാവിയിലേക്കുള്ള സ്ട്രാറ്റജി. ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, മോശമായിട്ടുള്ള എല്ലാ സ്റ്റോക്കുകളും താഴോട്ട് പോയിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് നിങ്ങൾ പല പെനി സ്റ്റോക്കുകൾ എടുത്ത് നോക്കിയാൽ കാണാം, പെനി സ്റ്റോക്ക് അല്ലാത്തതും എടുത്ത് നോക്കിയാൽ കാണാം. ഇന്നത്തെ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റർ സെൻറ്റിമെൻറ്റ് മാത്രമാണ്. അതുകൊണ്ടാണ് നല്ല പല സ്റ്റോക്കുകളും മുകളിലേക്ക് പോകാത്തതും നല്ല അല്ലാത്ത പല സ്റ്റോക്കുകളും വളരെയധികം റിട്ടേൺസ് നൽകുന്നതും. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഒരു നിക്ഷേപകൻ ഒരു മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശമുള്ള നിക്ഷേപകനും അതേപോലെ തന്നെ നിങ്ങളുടെ പണം വളരെ വിലപ്പെട്ടതായിരിക്കുന്നു എങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒരു കമ്പനിയെക്കുറിച്ച് നോക്കിയേ മതിയാകും. വിലപ്പെട്ട പണമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണം വിലപ്പെട്ടതാണെന്നറിയാം. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് ലഭിച്ചിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നു, 1 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു, നിങ്ങൾ അതിൻ്റെ അകത്ത് 20% ആണ് റിട്ടേൺസ് പ്രതീക്ഷിക്കുന്നത്. 20% എത്തുമ്പോഴേക്കും എക്സിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ 2 ദിവസം കൊണ്ട് 10% അപ്പർ സർക്യൂട്ടിലെത്തി, 3-ാം ദിവസം വീണ്ടും ഒരു 10% കയറി, പിന്നെ ഒരു 5% കയറി. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു 20% പ്രതീക്ഷിച്ച ആൾക്ക് 30-40% ലഭിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ലഭിക്കുന്ന ഒരു പണം, ആ ഒരു പണം നിങ്ങൾക്ക് താരതമ്യേന റിസ്ക് കൂടിയ ഏതെങ്കിലും നിക്ഷേപിക്കുന്നതിന് അത് വലിയ തെറ്റില്ല. കാരണം ഹൈ റിസ്ക് ഹൈ റിട്ടേൺസ് ആണ് സാധാരണ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഡൈനാമിക്സ്. അതല്ല, നിങ്ങൾ വളരെ സുസ്ഥിരമായി നിക്ഷേപം നടത്തി അതിൻ്റെ അകത്തു നിന്നുള്ള ഒരു റിട്ടേൺസ് കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്, നിങ്ങൾക്കതൊരു സമ്പാദ്യമാണെന്ന രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾ പലപ്പോഴും മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകളെ മാത്രമല്ല നോക്കേണ്ടത്, താഴേക്ക് പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അപ്പോൾ നമ്മുടെ ഈ ചർച്ചയുടെ കാതലായിട്ടുള്ളൊരു ഭാഗം ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഫണ്ടമെന്റൽസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചില സ്റ്റോക്കുകളൊക്കെ മുകളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുക, ഈ മുകളിലേക്ക് പോയല്ലോ, ഫണ്ടമെന്റൽസ് നല്ലതല്ലെങ്കിലും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവാണ്. എന്തൊക്കെയോ കാരണം കൊണ്ട് അത് മാനിപ്പുലേഷൻ ആണോ എന്താണെന്നുള്ളതൊക്കെ പിന്നീട് കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ വാർഡ് വിസാർഡ് ഇന്നോവേഷൻ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് അതിൻ്റെ ഫണ്ടമെന്റൽസ് നമുക്ക് നോക്കാം. ഈ കമ്പനി പ്രധാനമായും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ബിസിനസ് ആണുള്ളത്, 2 വീലർ ബിസിനസ്. അപ്പോൾ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 വീലർ ഉണ്ട്. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ബിസിനസ് നടക്കുന്നത്. മറ്റൊന്നും കാര്യമായിട്ടില്ല. അടുത്ത് കടന്ന ഓട്ടോ എക്സ്പോയിൽ ഇതിൻ്റെ മെയിൻ പ്രൊമോട്ടറായിട്ടുള്ള യതിൻ സഞ്ജയ് ഗുപ്ത പറഞ്ഞ ഒരു കാര്യം, നമ്മൾ 3 വീലർ ഇറക്കാൻ പോകുന്നു, അതേപോലെ തന്നെ A&S പവർ എന്ന് പറഞ്ഞിട്ട് ചൈനയിലുള്ള ഒരു ബാറ്ററി കമ്പനിയായിട്ട് ഒരു ടൈപ്പ് ഉണ്ട്, കുറച്ചും കൂടെ നല്ല ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് കമ്പനിയുടെ ഭാവി പരിപാടികൾ, കമ്പനിയെക്കുറിച്ചുള്ള ന്യൂസുകൾ. ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഫണ്ടമെന്റൽസ് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് വെറും 1800 കോടി രൂപയേ ഉള്ളൂ. അതേപോലെ ഇപ്പം മാർക്കറ്റ് പ്രൈസ് ഏകദേശം 70 രൂപയാണ്. ഇന്നത് 5% ഡൗൺ ആണ്. PE ഏകദേശം 161 ഉണ്ട്. കാരണം EPS കാര്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടില്ല. 12 കോടി രൂപയുടെ ഡെറ്റ് ഉണ്ട്. 68.42% പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട്. ROE ഏകദേശം 12-18% യഥാക്രമമുണ്ട്. 29% സെയിൽസ് ഗ്രോത്തും 11% പ്രോഫിറ്റ് ഗ്രോത്തും ലാസ്റ്റ് റിസൾട്ടിൽ കാണിക്കുന്നുണ്ട്. പ്രൈസ് ടു ബുക്ക് വാല്യൂ 18.68 ആണ്. അപ്പം പിയർ കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഈ പ്രൈസ് ടു ബുക്ക് വാല്യൂ അല്ലെങ്കിൽ PE ഒക്കെ ഇത്രയും ഉയർന്നു നിൽക്കുന്നത് മറ്റൊന്നുമില്ല. TVS ബജാജോ ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചില റേഷ്യോസൊക്കെ കുറച്ചൊരു നമ്പേഴ്സിന് അത്ര നല്ലൊരു നമ്പർ അല്ല തരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രൈസ് ടു ക്യാഷ് ഫ്ലോയും ICR ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒന്നും അത്ര ഒരു നല്ല നമ്പേഴ്സ് അല്ല നമുക്ക് തരുന്നത്. ഏകദേശം 68.42% പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ്. പബ്ലിക് 31%. FI&DA ഒന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രൊമോട്ടർ ഹോൾഡിങ്ങിലേക്ക് നോക്കുമ്പോൾ എല്ലാ ക്വാർട്ടറിലും എടുത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഏകദേശം കുറച്ചൊക്കെ അതിന് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. 70% ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ചാഞ്ചാട്ടങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 6-7 മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം നമുക്ക് പിന്നീട് പറയാം. നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും അതേപോലെ തന്നെ ഒരു EV/EBITDA ഉയർന്ന രീതിയിൽ 69.19 എന്ന രീതിയിലൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള കുറച്ച് കൺസേൺസ് ആണ്. നമ്മൾ ക്യാഷ് ഫ്ലോയെ കുറിച്ച് ബോധേഡായതുകൊണ്ട് നമുക്ക് ക്യാഷ് ഫ്ലോയെ കുറിച്ച് നോക്കുമ്പോൾ 2022 കമ്പയർ ചെയ്യുമ്പോൾ 2023 മാർച്ച് എൻഡ് ചെയ്തത് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ്. പ്രധാനമായും 4 പ്രൊമോട്ടേഴ്സാണുള്ളത്. ഏവാസ് ബിസിനസ് സൊല്യൂഷൻസ്, ഗരുഡ മാർട്ട്, വാർഡ് വിസാർഡ് സൊല്യൂഷൻ, യതിൻ സഞ്ജയ് ഗുപ്തെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിക്കുള്ളത് ഒരു 60 കോടി രൂപ കടം ബാങ്ക് ലോൺ ഫെസിലിറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടത്തെക്കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ അധികം ബോധേഡല്ല. മറ്റൊന്നുമില്ല, അതൊരു ചെറിയൊരു തുകയാണെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഒരു 85 കോടി രൂപയോളമുള്ള ഒരു ഫ്രീ ക്യാഷ് കമ്പനിക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഈ ഒരു കടത്തെക്കുറിച്ച് നമ്മൾ അധികം ബോധേഡല്ല. അപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യം EV/EBITDA റേഷ്യോ, അതുപോലെ PE, അതേപോലെ താഴോട്ട് വരുന്ന ഒരു ക്യാഷ് ഫ്ലോ, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, ഇതൊക്കെയാണ് നമ്മളെ ആകുലപ്പെടുത്തുന്നത് നമ്മുടെ ഫിനാൻഷ്യൽസ് നോക്കുമ്പോൾ. പക്ഷേ ഇത് കൂടാതെ കുറച്ച് റെഡ് ഫ്ലാഗ്സ് നമ്മൾ കാണാൻ കഴിയുന്നത് കുറച്ച് കാലങ്ങളായിട്ടുള്ള കുറച്ച് അസാധാരണമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് കമ്പനിയുടെ ട്രേഡിങ്ങിൽ നടക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എക്സ്ചേഞ്ച് ഡാറ്റ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം 2023 നവംബർ മുതലാണ് ഈ കമ്പനിയിൽ ബൾക്ക് ഡീൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബൾക്ക് ഡീലിൻ്റെ അകത്ത് നമ്മൾ എടുത്ത് നോക്കിയാൽ കാണാം, ഒന്ന് വാർഡ് വിസാർഡ് സൊല്യൂഷൻ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, അതായത് വാർഡ് വിസാർഡിൻ്റെ തന്നെ അതേ പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്ങിലുള്ളതാണ്. ഇന്ത്യൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വാർഡ് വിസാർഡിൻ്റെ തന്നെ പ്രൊമോട്ടറായിട്ടുള്ള ഏവാസിൻ്റെ പ്രൊമോട്ടർ പ്രധാനമായും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണത്. മൊത്തം ബൾക്ക് ഡീൽ ഇവരാണ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സോജിന വറാച്ചൻ്റെ ഏവാസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലൂടെ പ്രൊമോട്ടറായിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ ഈ ഇന്ത്യൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ ഈ ഒരു കമ്പനിയുടെ ഷെയർസ് ട്രേഡ് ചെയ്യുകയാണ്. പക്ഷേ അതൊന്നും ഇൻസൈഡർ ട്രേഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ സാറ്റ് 29 ഡിസ്ക്ലോഷറിലോ വരുന്ന തരത്തിലുള്ള ട്രേഡിങ്ങുമല്ല. കാരണം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയല്ല, അതൊരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ വരില്ല. പക്ഷേ പരോക്ഷമായിട്ട് എങ്കിലും മൊത്തം ട്രേഡിങ് നടത്തുന്നത്, ബൾക്ക് ട്രേഡ് മൊത്തം നടക്കുന്നത് പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ വോള്യൂം പ്രൈസും എടുത്ത് നോക്കുമ്പോൾ കാണാം, ഡേറ്റ് നമ്മൾ ഒരു വർഷത്തെ ഡേറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണാം, ഇതിൻ്റെ അകത്ത് ഈ ട്രേഡ് നടത്തിയ ദിവസങ്ങളുടെ തൊട്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഉള്ള വില വ്യത്യാസം, വാങ്ങിച്ചതിന് ശേഷം പതുക്കെ വില ഉയരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും എക്സിറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയധികം ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ 1-1.5 മാസത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം ട്രേഡ്സ് കമ്പനിയുടെ പ്രൊമോട്ടർ മറ്റൊരു ബിനാമി കമ്പനി ഉപയോഗിച്ച് നടത്തുന്നത് അത്യന്തം സംശയാസ്പദമാണ്. അത് ഒരു വലിയ ഫ്ലാഗ് തന്നെയാണ്. പിന്നെ നമ്മൾ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഇൻസൈഡർ ട്രേഡിങ്ങും അതുപോലെ സാസ്റ്റ് ഡിസ്ക്ലോസേഴ്സ് എടുത്ത് നോക്കുമ്പോൾ കാണുന്ന കാര്യം, വാർഡ് സൊല്യൂഷൻ അതുപോലെ ഏവാസ് ബിസിനസ് സൊല്യൂഷൻ ഇവയെല്ലാം പ്രൊമോട്ടർ ട്രേഡാണ്. ഗരുഡ മാർട്ട്, യതിൻ സഞ്ജയ് ഗുപ്തെ, ഇതെല്ലാം പ്രൊമോട്ടർ ട്രേഡാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്കൊരു ഇത് കാണാം, അഡ്വാൻസ് ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ സൊല്യൂഷൻസ് LLP എന്ന് പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ മാത്രം ക്യാപിറ്റലുള്ള കമ്പനിയാണിത്. അത് പ്രൊമോട്ടർ അല്ല. പക്ഷേ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്ത് നോക്കിക്കോളുന്ന കാര്യം, ഈ കമ്പനി പ്രൊമോട്ടേഴ്സ് ഗൗരവ് ജയന്ത് ഗുപ്തയും അതേപോലെ തന്നെ ക്രിസ്തജ ഗൗരവ് ഗുപ്തയാണ്. ഇവരുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയാണ് കേരള ഹെൽത്ത് ആൻഡ് വെൽനസ് സൊല്യൂഷൻസ് LLP എന്ന് പറഞ്ഞിട്ട്. അതും 1 ലക്ഷം രൂപ മാത്രമേ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ളൂ. അതിൻ്റെ പാർട്ട്നേഴ്സും പ്രൊമോട്ടേഴ്സും ആരാണെന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഗൗരവ് ജയന്ത് ഗുപ്തെ, യതിൻ സഞ്ജയ് ഗുപ്തെ, രാമകൃഷ്ണ ഗോപകുമാർ പിള്ളൈ, സോജിൻ വെട്ടുകാട്ടിൽ അവരാജ്. അതായത് ഈ ഒരു വാർഡ് വിസാർഡ് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയിൽ പ്രൊമോട്ടറോ സാറ്റ് 29 ഡിസ്ക്ലോഷർ ട്രേഡിങ്ങോ ഇൻസൈഡർ ട്രേഡിങ്ങോ അല്ലെങ്കിൽ നോർമൽ ട്രേഡിങ്ങോ ഉൾപ്പെടെ ഇതേപോലെ ബിനാമി പേരുകൾ നടത്തിയത് ഉൾപ്പെടെ ഈ പ്രൊമോട്ടേഴ്സുമായിട്ട് ബന്ധമുള്ളവരോ അല്ലാത്തവരോ ആണ്. ഇങ്ങനെ നടത്തിക്കൊണ്ട് എന്താണ് കുഴപ്പമെന്നൊരു ചോദിക്കും. സത്യം പറഞ്ഞാൽ ഇത് ഒരു റെഗുലേറ്ററി ബോഡിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ
ട്രേഡിംഗ് സസ്പെൻഡ് ചെയ്യാൻ മാത്രം സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസാണ്. നമ്മൾ അദാനിയെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അദാനിയെ സംബന്ധിച്ച് അദാനിക്ക് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അദാനിയെ വെറുക്കുന്നവർ കുറച്ച് പേരുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദാനി ഒരു വലിയ ബിസിനസ് ഹൗസാണ്. വെറും 1800 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയല്ല. അദാനിയുടെ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം 10 മടങ്ങ് വലിപ്പമുള്ള ഒരു ബിസിനസ് ഗ്രൂപ്പാണ്. പക്ഷേ കുഞ്ഞൻ കമ്പനിയുടെ ഇതുപോലെ പലതും നടത്തുമ്പോൾ അത് ആരും അറിയാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ഒരു ട്രേഡിംഗ് ബാൻ വലിച്ചു വെക്കാൻ മാത്രം സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് കണ്ടുപിടിക്കപ്പെട്ടാൽ. കുഞ്ഞു കമ്പനികളിലൊന്നും കാര്യമായിട്ട് ഇതിന് ശ്രദ്ധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസാനമായിട്ടുള്ള കാര്യം, നിക്ഷേപകർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഇതിന് 2 വശങ്ങളാണുള്ളത്. അതായത് പ്രൊമോട്ടറുടെ ബിനാമി കമ്പനികൾ വഴി ഇതിൽ ട്രേഡ് നടത്തുന്നു, ദിവസേന വലിയ ബ്ലോക്ക് ഡീൽസും ഒക്കെ നടത്തുന്നു. പതുക്കെ കമ്പനിയുടെ വില മുകളിലേക്ക് പോകുന്നു. നമുക്കും വേണമെങ്കിൽ ഈ ഒരു യാത്രയിൽ പങ്കുചേരാം. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കാര്യമായി സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറച്ച് പണമുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ഭാഗ്യപരീക്ഷണം നടത്തുന്നതിൽ തെറ്റില്ല. എപ്പോഴും ഞാൻ പെനി സ്റ്റോക്കിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ 5% കൂടുതൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു പെനി സ്റ്റോക്ക് വെച്ച് നിങ്ങൾ ഭാഗ്യപരീക്ഷണം നടത്തരുത്. അപ്പോൾ ഇതേപോലെ തന്നെ വെറുതെ കിടക്കുന്ന വേസ്റ്റായിട്ട് കിടക്കുന്ന പൈസ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഭാഗ്യപരീക്ഷണം നടത്താം. പ്രൊമോട്ടേഴ്സ് ഇങ്ങനെ കയറ്റി പോകുന്ന പല വിധത്തിൽ കയറ്റി പോകുന്ന കൂടെ മുമ്പോട്ടങ്ങ് പോയിക്കോളും. ഫണ്ടമെന്റൽസോ അല്ലെങ്കിൽ ബിസിനസ് മോഡൽസോ കണ്ടിട്ട് ഇതിൻ്റെ അകത്ത് കയറുന്നതിൽ വലിയ കാര്യമുള്ളതായിട്ട് ഇപ്പോഴത്തെ ബിസിനസ് മോഡൽ വെച്ചിട്ട് തോന്നുന്നില്ല. അതിനകത്ത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്, പ്രൊമോട്ടർ പറഞ്ഞൊരു കാര്യമുള്ളത് 3 വീലർ സെഗ്മെന്റ് തുടങ്ങുന്ന പോലെ തന്നെ ബാറ്ററി ANS പവറുമായിട്ട് ചൈനയായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അത് എത്രത്തോളം ആകർഷണീയമാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം നമുക്ക് ഓല സ്കൂട്ടറൊക്കെ കണ്ടിട്ടുണ്ടാവും, കൊറിയൻ ബാറ്ററിയാണ്. കൂടാതെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഓൾറെഡി ചൈനീസ് ബാറ്ററിക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ബാറ്ററി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് അത് വെച്ച് അസംബിൾ ചെയ്തിട്ട് എത്ര നല്ലതാണെങ്കിൽ പോലും അത് കമ്പനിക്ക് എത്രത്തോളം മാർജിൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കും എന്നുള്ളത് കണ്ടറിയണം. അപ്പം റിസ്കി ആയിട്ടുള്ളവർ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. മുകളിലേക്ക് പോകുന്നെങ്കിൽ കൂട്ടത്തിന് മുകളിലേക്ക് പോകാം. പക്ഷേ ഇടയ്ക്കൊരു ട്രേഡിംഗ് ബാനോ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോ നിങ്ങളുടെ സമ്പത്തിനെയോ ബാധിക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ വരുത്തുക. ആ ഒരു പണത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് കരയരുത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായം വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.